നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ നവംബർ മാസ ഫലങ്ങളാണ്. ഈ 2025 നവംബർ മാസ ഫലങ്ങളെക്കാൾ ഉപരി പൂരുരുട്ടാതി നക്ഷത്രക്കാർ നവംബർ മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതം സുഖകരവും സന്തോഷകരവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റൊരു അറിയിപ്പുണ്ട്. നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുമ്പോൾ ഈ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ നവംബർ മാസം ജീവിത നിലവാരം വർദ്ധിക്കുവാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ വാഹനവും ഭവനവും ഒക്കെ മാറ്റി വാങ്ങുവാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് വന്നെത്തുന്നതാണ്. നിങ്ങൾക്ക് ഉപരിപഠന പ്രവേശന പരീക്ഷയിലൊക്കെ വിജയശതമാനം വളരെ വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ദൂരദേശത്തേക്കൊക്കെ പോയി സ്കോളർഷിപ്പോടുകൂടി പഠനം സാധ്യമാകുന്നതൊക്കെയാണ്. നിങ്ങൾ ചെലവുകളൊക്കെ നിയന്ത്രിക്കുന്നതിനാൽ നിങ്ങളുടെ വരുമാനത്തിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാവുന്നതാണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന കടം, ലോണ് ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഈ നവംബർ മാസം. ചില ആരോപണങ്ങളൊക്കെ നിങ്ങൾക്കെതിരായിട്ട് ഈ നവംബർ മാസത്തിൽ ഉയരാൻ സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനകളാലും ആത്മസംനയത്തോടു കൂടിയുള്ള സമീപനത്തിലും ഏതൊരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളെയും നിങ്ങൾക്ക് അതിജീവിച്ച് മുന്നോട്ടു പോകുവാനുള്ള ഒരു കരുത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വസ്തുനിഷ്ഠമായിട്ട് പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയങ്ങളൊക്കെ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ പലപ്പോഴും നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള കരാറ് ജോലികളൊക്കെ ഏറ്റെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ ഒരു വരുമാന സ്രോതസ് നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതാണ്. നവംബർ മാസത്തിൽ ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് ഗണ്യമായിട്ടുള്ള പുരോഗതിയൊക്കെ ഉണ്ടാവുന്നതാണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന രോഗത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മുക്തി നേടാൻ കഴിയുന്ന ഒരു മാസം കൂടിയാണ് നവംബർ മാസം. എന്നാൽ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകാതെ മുന്നോട്ട് പോകുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നിശ്ചയിച്ചുറച്ച വിവാഹമൊക്കെ കാലതാമസം ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നവംബർ അവസാനമാകുമ്പോഴേക്കും ഇഴജന്തുക്കളെയൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. രാത്രികാലങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനുവേണ്ട മുൻകരുതലുകളൊക്കെ എടുത്തതിന് ശേഷം പോവുക. ഇഴജന്തുക്കളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചമായിരിക്കുന്ന ഒരു മാസമാണ് നവംബർ മാസം. നവംബർ അവസാനമാവുമ്പോഴേക്കും ചെറിയ ശത്രുശല്യമൊക്കെ വർദ്ധിക്കുവാനിടയുണ്ട്. അതുകൊണ്ട് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കൂടാതെ ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും. ലക്ഷ്മി കടാക്ഷം വേണ്ടുവോളമുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ സമ്പത്ത് അധികരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ലക്ഷ്മിയുടെ കടാക്ഷം ആവശ്യമുണ്ട്. അതിനായിട്ട് പ്രാർത്ഥിക്കുക. ഈ പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് നവംബർ മാസം ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ലക്ഷ്മി കടാക്ഷവും ഒപ്പം ശത്രുശല്യവും വർദ്ധിക്കുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ ദോഷങ്ങൾ മാറ്റിയെടുക്കുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം. കൂടാതെ അന്നദാനം നടത്തുന്നത് വളരെ നല്ലതാണ്. ആഴ്ചയിൽ ഒരാൾക്കെങ്കിലും അന്നദാനം നടത്തുവാൻ ശ്രമിക്കുക. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം വളരെ സുഖവും സന്തോഷകരവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.